ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത് ഇസ്രായേൽ ഗട്ട്സ് ഡിഫൻസ് മിനിസ്റ്ററാണ് ഇസ്രായേലിന്റെ. പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ള നിങ്ങൾക്ക് തരുന്ന വാണിംഗ് ആണ്. നിങ്ങൾ ഏതാണ്ട് സീസ് ഫയറിന്റെ റൂളൊക്കെ തെറ്റിച്ചുകൊണ്ട് വീണ്ടും റോക്കറ്റ് വിടാം എന്നുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തികച്ചും നല്ല രീതിയിലുള്ള പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എത്രയും വേഗം നിങ്ങളുടെ ജാക്കറ്റും കോട്ടും സൂട്ടെല്ലാം എടുത്തുകൊണ്ട് നിങ്ങളുടെ യുദ്ധ പടക്കോപ്പുകളൊക്കെ പിറക്കി എടുത്തുകൊണ്ട് നിങ്ങൾ ലിറ്റാനി റിവറിന്റെ സൗത്ത് ഭാഗത്തേക്ക് നീങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ കൃത്യമായിട്ട് ആക്രമണം നടത്തും. കാരണം സീസ് ഫയർ വെച്ചിട്ട് കുറെ നാളായി, ഇതുവരെ നിങ്ങൾ പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു രീതിയാണ് അവിടെ കണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഹിസ്ബുള്ളയാണ് ഇതിന്റെ മറുപടി പറയേണ്ടത്. അപ്പൊ ഹിസ്ബുള്ള ഇതിനെക്കുറിച്ച് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പ്രതികരണം എന്ത് നടത്താൻ, അവർ പോവേണ്ടതാണ്, അവൻ പോവുമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ആ രീതിയിലുള്ള അറ്റാക്ക് തീർച്ചയായിട്ടും സംഭവിക്കും. ഇറാനിൽ നല്ല എനർജി ക്രൈസിസ് ആണ്. കാരണം പറയുന്നത് വേറെ ഒന്നുമില്ല, അവിടെ ഓൾറെഡി തന്നെ കുറച്ച് എനർജി ക്രൈസിസ് ഉണ്ട്. ഇനിയിപ്പോ തണുപ്പ് കാലമാണ്. അതിന്റെ കൂടെ ഇസ്രായേൽ കഴിഞ്ഞ മാസം ഒരു ആക്രമണം അവിടെ നടത്തിയായിരുന്നു. ഒക്ടോബറിൽ അവിടെ ഒരു അറ്റാക്ക് നടത്തിയായിരുന്നു ഇസ്രായേൽ. അതിൽ 2-3 എനർജി സ്റ്റേഷൻസ് ആണ് അവർ അടിച്ചു കളഞ്ഞത്. അപ്പൊ അതും പാർഷ്യലി ഇറാനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഈ ഗോലാൻ ഹൈറ്റ്സ് ഈ ഒരു സ്ഥലം പറയുമ്പോഴത്തേക്കും എന്തിനാണ് ഇസ്രായേൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ പോയി നോക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ ഗോലാൻ ഹൈറ്റ്സിൽ ഏതാണ്ട് 12,000 ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഫാമിലീസ് അവിടെ ഉണ്ട്. അതുപോലെ 24,000 അറബ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഫാമിലീസ് അവിടെ ഉണ്ട്. ഇനി അത് കൂടാതെ ഏതാണ്ട് 1 ലക്ഷം ആൾക്കാർ ഇസ്രായേലികളായിട്ടുള്ള ഡ്രൂസ് അറബ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഈ ഗോലാൻ ഹൈറ്റ്സിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ അപ്പുറത്ത് കിടക്കുന്ന ഗോലാൻ ഹൈറ്റ്സ്, അതായത് ഈ കൊനെഡ്ര എന്ന് പറഞ്ഞ പ്രദേശം മുതൽ മൗണ്ട് ഹെർമോൺ വരെ കിടക്കുന്ന ആ ഭാഗങ്ങളിൽ കിടക്കുന്ന വില്ലേജസ്, അത് ഡ്രൂസ് വില്ലേജുകൾ മൊത്തം ഇസ്രായേൽ ഇപ്പൊ ന്യൂ ബഫർ സോൺ ആയിട്ടാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പൊ അതിനെയും കൂടെ കൂട്ടിച്ചേർക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇന്ന് ഏതാണ്ട് ഇസ്രായേൽ കൊനെഡ്ര ആ ഒരു സിറ്റി വരെ കടന്നു പോയതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ IDF-ന്റെ വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് IDF തന്നെയാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് അവിടെ പോയിട്ടുണ്ട്. ഇതിൽ ഗോലാൻ ഹൈറ്റ്സിന്റെ മേയർ ആയിട്ടുള്ള ഇസ്രായേലിന്റെ ഭാഗത്തുള്ള മേയർ പറഞ്ഞിരിക്കുന്നത്, ഈ ജനങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ്. കാരണം അവർ അത്രമാത്രം കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവര് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയി ജീവിക്കുന്നതിന് പകരം ഇസ്രായേലിനോട് ചേർന്ന് ജീവിക്കാൻ തന്നെയാണ് ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിലൂടെ കുറച്ചുകൂടെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താം എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഗോലാൻ ഹൈറ്റ്സിന് ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ടും അതുപോലെ ഹൈഫ ഭാഗത്ത് താമസിക്കുന്ന ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ടും ചേർന്ന് താമസിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അത് വൈകാതെ തന്നെ അത് ഇസ്രായേലിനോട് ചേർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇസ്രായേൽ മാക്സിമം ഈ ഒരു പ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഈ ഒരു ബഫർ സോണും കടന്ന് ഏറ്റവും കൂടുതൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്ഥലം കയ്യേറി വെച്ചിരിക്കുന്നതാണ് അറിയാൻ പറ്റുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, തായ്യബ് എർദോഗൻ വരുന്നുണ്ട്. അവര് മിക്കവാറും ഈ ഒരു കുർദ് മേഖലയിൽ കുറെ സ്ഥലം കയ്യേറി പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് അമേരിക്ക നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ അമേരിക്ക ചെറിയൊരു ത്രെട്ട് മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അതേസമയം ഈ കുർദ് ഫോഴ്സുകൾ ഉണ്ട് അവിടെ. ആ കുർദ് ഫോഴ്സുകൾ അവരെ ഡിഫെൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ കുർദിസ്ഥാൻ അതുപോലെ തന്നെ ആ നോർത്തേൺ സിറിയ ബോർഡറിൽ നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി നല്ല കടുത്ത ഫൈറ്റ് ആവാനാണ് സാധ്യത. തുർക്കി അറിയാലോ, അവന്മാർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. ഒരു തലങ്ങ് വിലങ്ങ് അടിക്കുന്ന ടീമുകളാണ് തുർക്കി. ഒരു നല്ല ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഹൂത്തികൾക്ക് നേരെ ഇന്നലെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് US ആണ് നടത്തിയത്. US നടത്തിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ യുഎസിന്റെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ ആണ്, ആ ഒരു ഇമേജ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു എയർക്രാഫ്റ്റ് കാരിയർ ത്രൂ അവിടെ നല്ല രീതിയിലുള്ള അറ്റാക്ക് നടത്തുകയാണ്. ഇത് ഗൾഫ് ഓഫ് ഏഡന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തുന്നത്. അത് റെഡ് സീയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ US-ന്റെ ഒരു ത്രെട്ട് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് നടത്തേണ്ട ഒരു സാഹചര്യം വളരെ അനിവാര്യമാണ്. കാരണം ഇസ്രായേൽ അവിടെ എത്താൻ കുറച്ച് ടൈം എടുക്കും. ഇസ്രായേൽ ഹൂത്തികളിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. കാരണം അവര് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തി പക്കാ സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് പോയി അറ്റാക്ക് ചെയ്ത് മടങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തായിരിക്കും അവർ ചെയ്യുന്നത്. എന്തായാലും ഇനിയിപ്പം വൈകാതെ തന്നെ ഹൂത്തികളുടെ മേലുള്ള ആക്രമണം അത് തടഞ്ഞ് ഒരുപാട് നാൾക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഇത് അമേരിക്കയും UK-യും ഇസ്രായേലും കൂടെ അവർ ചേർന്ന് സംസാരിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഇതിന് ട്രംപാണ് ഇപ്പൊ മുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ സൗദിയുടെ ലാൻഡ് ഉപയോഗിച്ച് കൃത്യമായ അറ്റാക്കുകൾ കൃത്യം ഇസ്രായേലിന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തിലാണ് ഈ ഒരു ലാഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തുള്ള ഖൊമൈനിക്ക് എന്ത് സംഭവിച്ചത് എനിക്കറിയത്തില്ല. പക്ഷെ ആയത്തുള്ള ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് ഹൂത്തികളും ഹമാസും ഹെസ്ബുള്ളയും അവരുടെ ഓൺ ഫെയ്ത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, അതൊന്നും ഇറാന്റെ പ്രോക്സികളല്ല എന്ന്
ഇങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഇത്രയും നാളും ഈ തീറ്റി പോറ്റിയ ആൾക്കാരെ ഒരു നിമിഷം കൊണ്ട് തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം കാര്യങ്ങൾ, ഇതാണ് ഡിപ്ലോമസി. അയാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഇറാന്റെ പ്രോക്സീസ് അല്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. മെഹ്ഫൂസ് അലം, ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ഈ ഒരു പറങ്കിത്തലയനാണ് ഈ ഒരു മെഹ്ഫൂസ് അലം. ഈ മെഹ്ഫൂസ് അലം കാണിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ പിന്നെ ത്രിപുര, അസാം, വെസ്റ്റ് ബംഗാൾ ഇതെല്ലാം ബംഗ്ലാദേശിന്റെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തന്നെ ഒരു മാപ്പ് ആൾട്ടർ ചെയ്ത് ഇവൻ പബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ചെയ്തതിന്റെ പേരിൽ വലിയ പുകിലാണ് ഉണ്ടായത്. ഇന്ത്യ അതിനെ വളരെ ശക്തമായിട്ട് രൺധീർ സിംഗ് ജയ്സ്വാൾ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, കണ്ടംപ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച പാട് തന്നെ ഒരു വാണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ വാണിംഗ് കിട്ടിയ പാട് തന്നെ പിന്നെ പ്രൊഫസർ യൂനസ് പെട്ടെന്ന് തന്നെ ആ ഒരു പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് പിൻവലിക്കുകയാണ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈന ബംഗ്ലാദേശിലൂടെ ഇന്ത്യക്ക് പണി തരുന്നു എന്നുള്ള സംശയം എനിക്കുണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് നമ്മളൊരു വലിയ ഡീൽ നമ്മൾ സക്സീഡ് ആക്കി എടുത്തിരിക്കുകയാണ്. അത് എന്ത് സക്സസ് ആണ് ചൈനയുമായിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതാ മൗണ്ട് കൈലാഷ് ഇന്ത്യ എന്നേക്കുമായിട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി മൗണ്ട് കൈലാഷ് മാനസരോവർ യാത്ര ഹിന്ദുക്കൾക്ക് വളരെ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് ചെയ്യാം എന്നുള്ള പരിപാടിയാണ്. ഫ്രീ മീൻസ് ഞാൻ പറഞ്ഞത് യാത്ര, അല്ലാതെ പൈസയുടെ കാര്യമല്ല. നിങ്ങൾ പൈസ മുടക്കി തന്നെ പോകണം. അപ്പൊ ആ രീതിയിലാണ് കാര്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അജിത് ഡോവൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചൈനയിലായിരുന്നു ഫുൾ ഡിസ്കഷൻസ്. അപ്പം ഇത് കൃത്യമായിട്ട് എന്തിനെ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യ ഡിഫെൻഡിങ് പവറിൽ നിന്നും കമാൻഡിങ് പവറിലോട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഇന്ത്യ പറയും, ചൈന കേൾക്കും, അതാണ് അവസ്ഥ. ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അതായത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ്, ഒരു വർഷം മുമ്പല്ല, 2020 ഗാൽവാൻ വാലി ഇഷ്യൂ ഉണ്ടായല്ലോ. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടായത് ഈ ഗാൽവാൻ വാലി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഈ ദവാങ്, അതേപോലെ തന്നെ ഈ ഒരു ദംചോക്ക്, അതുപോലെ തന്നെ ഈ ടിബറ്റ് മേഖലയും അരുണാചൽ പ്രദേശും ചൊല്ലിയുള്ള തർക്കമാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ ടിബറ്റ് എന്ന് പറഞ്ഞാൽ ന്യായപ്രകാരം ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ലാൻഡാണ്. അവർ ഇന്ത്യയുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ലാൻഡാണ് ടിബറ്റ്. ഇതിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇന്ത്യയിലോട്ട് ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരെയും ഫോഴ്സ്ഫുള്ളി ചേർക്കുന്ന ആളല്ല. നമുക്ക് എക്സ്പാൻഷൻ തിയറി ഇല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അഥവാ സ്വമേധ അവർക്ക് ഇന്ത്യയിലോട്ട് ചേരണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഓട്ടോണമി ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കാം. സ്റ്റേറ്റ് മീൻസ് രാജ്യമായിട്ട് തന്നെ നിലനിൽക്കാം, അതിൽ യാതൊരു മാറ്റമില്ല. ഈ രണ്ട് കാര്യങ്ങളെയും പിന്തുണയ്ക്കുന്ന നാടാണ് ഇന്ത്യ. അപ്പൊ ഇതിനെ ചൊല്ലി ഒരു റെസൊല്യൂഷൻ കഴിഞ്ഞ വർഷം US സെനറ്റിൽ പാസ്സാക്കിയിരുന്നു. അതായത് ഈ മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ആ ലൈനിനെ ഇതുവരെ ചൈന അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആ ലൈനിനെ അംഗീകരിച്ചുകൊണ്ടാണ് US റെസൊല്യൂഷൻ സെനറ്റിൽ പാസ്സാക്കിയത്. ഇത് ചൈനയെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത് ചൈന നല്ല രീതിയിൽ ഇതിനെ സെൻസിറ്റീവായിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. കാരണം US സെനറ്റിൽ ഈ ഒരു ലൈനിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഗ്ലോബൽ ബോർഡറാണ്. ഇനി ചൈന അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഈ മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ഒരു ബോർഡറാണ്. അപ്പൊ ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളാണ്. അതായത് അവിടെ ലഡാക്ക് തൊട്ടുള്ള ആ ഒരു ലൈൻ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അത് അരുണാചൽ പ്രദേശ് വരെ കവറായി കിടക്കുന്നതാണ്. അപ്പൊ ആ ലൈനിനെ ഇനി ഒരിക്കലും ചൈനയ്ക്ക് മറികടക്കാൻ കഴിയില്ല. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ലംഘനമായിട്ട് തന്നെ കരുതപ്പെടും. ചൈനയ്ക്ക് ഇത് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ചൈന ഇനിയിപ്പോ ഇതിനകത്ത് കൂടുതൽ ഇന്ത്യക്കകത്ത് കളിക്കാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മേഖല വളരെ ശക്തിപ്പെട്ട് വരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല മിസൈൽ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്ന പാകിസ്ഥാനെ അമേരിക്ക അനുവദിക്കുന്നുമില്ല. പാകിസ്ഥാൻ ഞങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച മുറവിളി കൂട്ടി. ആ കൂട്ടിയ മുറവിളിക്കാണ് പിന്നെ വേൾഡ് ബാങ്കിന്റെ ലോണൊക്കെ റദ്ദാക്കിയത്. 500 മില്യന്റെ ലോണ് വേൾഡ് ബാങ്ക് റദ്ദാക്കിയത് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുള്ള ഇവരുടെ പ്രഖ്യാപനം വന്നതോടുകൂടിയാണ് റദ്ദാക്കിയത്. കാരണം വേൾഡ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് അവിടുത്തെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ക്ലീൻ എനർജി പ്രൊഡക്ഷൻസും വേണ്ടിയിട്ടൊക്കെയാണ് ആ ലോൺ പ്ലാൻ ചെയ്തിരുന്നത്. ഇവന്മാര് ഇതും കൊണ്ടുപോയിട്ട് ഞങ്ങള് പിന്നെ ഇതുണ്ടാക്കാൻ ഏതാണ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൊടുക്കാനാണ്? അവന്മാരുടെ അടുത്തേ പൈസ ഇല്ല. പിന്നെ നീ ഏത് പൈസ വെച്ചിട്ടാണ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ അതിന് റിസർച്ചിനും കാര്യങ്ങൾക്കൊക്കെ പണം വേണ്ടേ? അതില്ല. ആദ്യം നീ കഞ്ഞി കുടിക്കുക ഉള്ള പൈസ കൊണ്ട്, എന്നിട്ട് പോരെ ബാക്കി ബാലിസ്റ്റിക് മിസൈലും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ തുടർന്നാണ് ചൈന എടുത്തവന്മാർ ഞങ്ങൾക്ക് ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ന്യൂക്ലിയർ വെപ്പൺ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചത്. അത് ചൈന അത് ഡിനൈ ചെയ്തു. കാരണം ചൈന ഇനി അതും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ സാങ്ഷൻസ് ചൈനയുടെ മേളിൽ വരും. ചൈനയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ത്രൂ, വെസ്റ്റ് ഏഷ്യ ത്രൂ കുറച്ച് ബിസിനസ് എങ്ങനെയെങ്കിലും പിടിക്കാം, ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈന നോക്കുന്നത്. അപ്പൊ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് താരതമ്യേനെ കുറച്ച് സോൾവ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം ഇപ്പൊ നിലനിൽപ്പുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പൊ ഇനിയിപ്പോ വരുന്ന ട്രംപിന്റെ സർക്കാർ വരുമ്പോഴത്തേക്കും ഈ മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞ ലൈൻ വളരെ കൃത്യമായിട്ട് പാലിക്കപ്പെടും. അപ്പൊ അവിടെ തർക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ ടിബറ്റിനെ കയ്യിലെടുക്കുമ്പോൾ ഇന്ത്യയും കൂടെ സപ്പോർട്ട് ചെയ്ത് ടിബറ്റിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കാര്യം ചൈന വിചാരിക്കുന്ന പോലെ നിൽക്കത്തില്ല, ഗുരുതരമാവും. കാരണം ടിബറ്റുകളെ അവിടെ ഇട്ട് പീഡിപ്പിക്കുന്നുണ്ട്,
ഈ ഷിങ്ജിയാം പ്രൊവിൻസിൽ ഇതേപോലെ ഉയ്ഗുർ മുസ്ലിംസിനായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുറെ ഈ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ചൈനയ്ക്കകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് വരും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ചൈന കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഇന്ത്യയുമായിട്ട് പല ഇൻവെസ്റ്റ്മെന്റുകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചൈന. വിവോ എന്ന് പറഞ്ഞ കമ്പനിയിൽ, ഫോണിന്റെ കമ്പനി, ആ കമ്പനി ഒരു 5500 കോടി ഇന്ത്യക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ചൈനയുടെ ഷവോമി ഒരു 6000 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ ആണ് ഈ അജിത് ഡോവലിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടന്നത്. അപ്പൊ അതിൽ കൃത്യമായി ഒരു എഗ്രിമെന്റ് ഇന്ന് ഒപ്പിട്ടിരിക്കുകയാണ്. ആ എഗ്രിമെന്റ് എന്താണ്? കൈലാഷ് മാൻസറോവർ ആ ഒരു മേഖലയിൽ ഇന്ത്യക്ക് പുതിയ റോഡ് നിർമ്മിക്കാം, അവിടെ കൃത്യമായ ബോർഡർ ലൈൻ സെക്യൂർ ചെയ്ത് ഉറപ്പിക്കാം. അപ്പൊ അതിൽ മറ്റുള്ള രാജ്യങ്ങൾ ആരും തന്നെ ഇടപെടത്തില്ല. ഇന്ത്യക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള പിൽഗ്രിമേജ് യാത്ര ഇനി ചെയ്യാൻ പറ്റും. അതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരു പോയിന്റ് കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കൈലാഷ് മൗണ്ട് നമ്മൾ എപ്പോഴാണ് കയറി പിടിച്ചത് നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അതായത് നല്ല രീതിയിലുള്ള ഡോമിനേറ്റ് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു ഇന്ത്യൻ ഫോഴ്സിന്റെ ആ ഒരു പരിപാടി. അപ്പൊ അന്ന് നമ്മൾ മൗണ്ടിൽ കയറിയത്, നമ്മൾ ഇറങ്ങിയിട്ടില്ല, നമ്മൾ മൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, ഇനി നമ്മൾ ഇറങ്ങത്തില്ല. നമ്മളുടെ ഒരു പോസ്റ്റ്, മിലിറ്ററി പോസ്റ്റും നമ്മുടെ സെക്യൂരിറ്റി ഗാർഡും ഇനി 24/7 നമ്മൾ അവിടെ ഉണ്ടാവും. എവിടെ? മൗണ്ട് കൈലാഷിലുണ്ടാവും. അത് നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ചൈന സമ്മതിച്ച് ഒപ്പിട്ടിട്ടുണ്ട്. എഗ്രിമെന്റ് നടപ്പിലായിരിക്കുന്നതാണ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു സക്സസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇലോൺ മസ്ക് മണിപ്പൂരിൽ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റിന്റെ റൗട്ടർ മണിപ്പൂർ ഭാഗത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ന്യൂസ് ഒക്കെ പരക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ നിരുപാധികം പിന്നെ ഇലോൺ മസ്ക് അപ്പൊ തന്നെ ഡിനൈ ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെയൊന്നും നമ്മൾ സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് ഒന്നും മണിപ്പൂരിന് കൊടുത്തിട്ടില്ല, അങ്ങനെ റൗട്ടർ ഒന്നും മണിപ്പൂരിന് സപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ചൈനീസ് ഐറ്റം വല്ലതും ആയിരിക്കും തോന്നുന്നു. ഒരു ബോട്ടിന്റെ മേളിൽ ഇത് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഇമേജ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഇലോൺ മസ്ക് അതിനെ നിഷേധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാല് ഇന്ത്യക്കകത്ത് ഈ സ്റ്റാർലിങ്ക് കൊണ്ടുവരുന്നതുമായിട്ടുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എഗ്രിമെന്റിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പൊ അങ്ങനെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഒന്നും തീരുമാനമാകാതെ ഇങ്ങനെ ഇന്ത്യക്കുള്ള ഒരു സ്റ്റേറ്റിൽ കൊണ്ട് ഇങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഇലോൺ മസ്കിന് വേറൊരു പ്രശ്നം വരുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നാണ്. കാരണം ചൈന ഓൾറെഡി തന്നെ ആഫ്രിക്കൻ സൈഡിൽ 70% ഈ ഹുവാവേ 4G നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ് ഈ ആഫ്രിക്കൻ റീജിയൻ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി ഏതാണ്ട് 7000 സാറ്റലൈറ്റ് ഓൾറെഡി തന്നെ ലോ എർത്ത് ഓർബിറ്റിൽ കിടക്കുകയാണ്. അപ്പൊ അതിനുപരിയായിട്ട് ഇനിയും ഏതാണ്ട് 42,000 സാറ്റലൈറ്റ് എങ്ങാണ്ട് വിടാൻ പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ചൈന ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. 3 സെക്ഷനായിട്ട് ചൈന സാറ്റലൈറ്റ് വിടുന്നുണ്ട് ഇതേപോലെ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട്. ഏതാണ്ട് 38,000 സാറ്റലൈറ്റ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അവരും ഇതേപോലെ ലോ എർത്ത് ഓർബിറ്റിൽ പുഷ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഓൾറെഡി തന്നെ ഈ ചൈനയ്ക്ക് ഹുവാവേയിൽ 70% കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു 70% കസ്റ്റമേഴ്സിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇപ്പം എലോൺ മസ്കിന് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത് ചൈന തന്നെയാണ്. ഇനിയിപ്പോ ഇതിനെതിരെ ട്രംപിനെ വെച്ചിട്ടായിരിക്കും എലോൺ മസ്ക് കളിക്കാൻ പോകുന്നത്. എന്തായാലും ചൈനക്കിട്ട് പാര ഉറപ്പാണ്. ഇനിയിപ്പം ഇന്ത്യയും അപ്പം ഒരു രീതിയിൽ ഒതുക്കി നിർത്തണ്ട, ഇന്ത്യയെ നമ്മൾ കുറച്ചുകൂടെ സഹകരിക്കാം. അതായത് ട്രംപിന്റെ ഏതെങ്കിലും പോളിസികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇന്ത്യയും കൂടെ കൂട്ടുപിടിച്ച് ചൈനയ്ക്കെതിരെ ഒരു ബോൾ നമുക്ക് തരുന്നതിന് ഉപരിയായിട്ട് ഒരു രീതിയിൽ ഇന്ത്യയെ സൈലൻസ് ചെയ്യാം എന്നുള്ള ഒരു ചൈനയുടെ ഡിപ്ലോമാറ്റിക് ഡിസിഷനാണ് ഇന്ത്യയുമായിട്ടുള്ള ചില നീക്കുപോക്കുകളും ചില സഹകരണങ്ങളും തുടരുന്നത്. അതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്.